ഞങ്ങൾ ഈ പാവപ്പെട്ട ആണുങ്ങൾക്ക് വേണ്ടി ആര് സംസാരിക്കുമെന്നല്ലേ? ഞാൻ സംസാരിക്കാം. ബീയിങ് മെൻ ഈസ് ലിറ്ററലി ടഫ് ബ്രോ. ഇറ്റ് ഈസ് ടഫ്. ഇതൊന്ന് പൊട്ടിക്കരയാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തുകൊണ്ടാ? കുഞ്ഞില് തൊട്ടേ കരഞ്ഞു കഴിഞ്ഞാൽ നീറാണല്ല എന്നാണ് നമ്മൾ പഠിപ്പിച്ചു വിടുന്നത്. കറക്റ്റ് അല്ലേ? എന്ന പ്രായം 30 കഴിഞ്ഞ ഒരാളുടെ അടുത്ത് പോയി പൈസ കടം ചോദിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തേ? കാരണം 30-നുള്ളിൽ സെറ്റിലായി കാറും വെച്ച് വീടും വാങ്ങിച്ച് പെണ്ണ് കെട്ടിയില്ലെങ്കിൽ അവനൊരു ആണല്ല. ഇതൊന്നും പോരാതെ ഈ ആണുങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലാന്ന് നാഴിക്ക് 40 വട്ടം നമ്മൾ പറയും. എങ്ങനെ കഴിവുണ്ടാകും? കുഞ്ഞിലോട്ട് കിട്ടുന്ന സ്നേഹം, പരിഗണന, മനസ്സിലാക്കൽ, കൊണ്ടു നടക്കൽ, കെയർ ചെയ്യൽ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടിയാലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കിട്ടുമോ കുഞ്ഞില്? ഇല്ല. എന്തേ? ഈ ഒരാണാണ്. എത്രത്തോളം കാലം നിനക്ക് പ്രോപ്പറായിട്ട് ഒരു പെണ്ണിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു അപ്പം മാത്രമേ നിനക്ക് ഈ വിലയും നിലയും കിട്ടുള്ളൂ. ഒരാണായിട്ട് അവർ അംഗീകരിക്കൂ എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ട് ഇപ്പൊ, അല്ലേ? ഒരു പ്രായം കഴിഞ്ഞ് ഈ പാവപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ കണ്ടാൽ ഉഫ്, I'm a woman, but still I'm saying being men is tough. കുടുംബം നോക്കണം, കെട്ടിയോളം നോക്കണം, കുട്ടികളെ നോക്കണം, കല്യാണം കഴിക്കണമെങ്കിൽ അതിന് മുന്നേ കാറ് വാങ്ങണം, വലിയ വീട് വെക്കണം, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം. ഇതിന്റെ കൂടത്തിൽ വീട്ടുകാരെ നോക്കണം, നാട്ടുകാരെ സമാധാനിപ്പിക്കണം, കൂട്ടുകാരെ സമാധാനിപ്പിക്കണം. ഒന്ന് കരയാൻ പറ്റൂ, കരയാൻ പാടില്ല. ഒന്ന് വൾണറബിൾ ആവാൻ പറ്റൂ, വൾണറബിൾ ആവാൻ പാടില്ല. സ്ട്രോങ് ആയിട്ട് നിൽക്കണം, വെൽത്ത് ഉണ്ടാവണം, ഹെൽത്ത് ഉണ്ടാവണം, അതുണ്ടാവണം, ഇതുണ്ടാവണം എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണി പറയുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഈ പാവപ്പെട്ട ഒരു ഗോ ത്രൂ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ, മെന്റൽ സ്ട്രഗിൾ, ഫിസിക്കൽ സ്ട്രഗിൾ, സൈക്കോളജിക്കൽ സ്ട്രഗിൾ എന്റെ മോനെ ചെറുതൊന്നുമല്ല. സമൂഹത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഇവരെടുക്കുന്ന എഫേർട്ട് ചെറുതൊന്നുമല്ല. വലിയ അറിവുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണിനെ എപ്പോഴും സ്നേഹിക്കുക, ഒരാണിനെ സ്നേഹിച്ചു കൊല്ലുന്നതിന് പരം മനസ്സിലാക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് വെരി ട്രൂ. ഇപ്പൊ സത്യം പറഞ്ഞ ചില റീലൊക്കെ കാണുമ്പം men is getting treated as a princess and woman is acting like a man. ഈ പാവപ്പെട്ട ആണുങ്ങൾക്ക് വേണ്ടേ ഈ പ്രിൻസസ് ട്രീറ്റ്മെന്റ്? ഈ ഓവർ കെയർ ചെയ്യുന്നു, പൊന്നുപോലെ നോക്കുന്നു, സ്നേഹം കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. ദീസ് പീപ്പിൾ ഓൾസോ ഡിസേർവ്സ് ദാറ്റ്. നമ്മൾ കാണാറില്ലേ, പകുതി ആണുങ്ങളും റിലേഷൻഷിപ്പിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ദേ ആക്ട് ലൈക്ക് എ ബേബി, ദേ ജസ്റ്റ് വാണ്ട് ടു ബി എ പ്രിൻസസ്, ബിക്കോസ് അവരുടെ ഇന്നർ ചൈൽഡ് അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ ട്രീറ്റ് ദം അക്കോർഡിംഗ്ലി, യുനോ. പലപ്പോഴും ഇമോഷൻസ് കൂടി വരുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയാതെ ഇവൻ അനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസമുണ്ട്. അത് പലപ്പോഴും നമ്മളിലേക്ക് വരുന്നത് വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കും. എന്നാൽ അത് നമ്മളെ കൊണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. സോ ഇനി തൊട്ട് സ്നേഹിച്ചു കൊല്ലുന്നതിന് പരം ഒന്ന് മനസ്സിലാക്കി നോക്കിക്കോ, കുറച്ച് സ്പേസ് കൊടുത്ത് നോക്കിക്കോ, ഒരു കംഫർട്ട് സ്പേസ് ആയി നോക്കിക്കോ. കുറച്ചൊക്കെ ബേബിയായും പ്രിൻസസ് ആയും അവരും ട്രീറ്റ് ചെയ്യപ്പെടട്ടെ. ഏത്